പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. ഒരിക്കൽ കൂടെ ദൈവവചനമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം എനിക്ക് ഒരുക്കി തന്ന അവസരം ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവി. അതിൻ്റെ 6-ാമത്തെ വാക്യം: അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പി. ഈ 2 വാക്യങ്ങളിൽ നിന്നും 2 പ്രധാനപ്പെട്ട 2 പദമാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതം ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ ഈ പകൽ വേളയിൽ നാം അറിയേണ്ടതായ പ്രധാനമായ വിഷയം, നാം ആരാധിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന, നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ഗുണങ്ങളിൽ 2 കാര്യങ്ങൾ ഇവിടെ പറയും. ഒന്ന്, പത്രോസ് പറയുന്ന 1-ാമത്തെ കാര്യം 6-ാമത്തെ വാക്യം: അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം ആരാണ്? താഴ്ചയിൽ നിന്നും നമ്മെ ഉയർത്തുന്നവനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ലോകം നമ്മെ താഴ്ത്തുവാൻ ശ്രമിക്കുമ്പോൾ, പിശാച് നമ്മെ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ പടകിനെ മുക്കിക്കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ, ഈ ലോകത്തിൻ്റെതായ പല പ്രയാസങ്ങളും പല വിഷയങ്ങളിൽ കൂടെയും നമ്മെ തകർത്ത് കളയുവാൻ ശത്രുക്കൾ ശ്രമിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു ആരാണ്? അവൻ നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. സ്തോത്രം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ലഭിക്കണമെങ്കിൽ, ദൈവത്താൽ നമ്മൾ ഉയർക്കപ്പെടണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു കാര്യം പത്രോസോട് പറയുന്നു: അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നമ്മൾ താണിരിക്കണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്താവിൻ്റെ വചനത്തിനും യേശുക്രിസ്താവ് പറഞ്ഞ ആ വചനത്തിനനുസരിച്ച് നമ്മൾ താഴ്മയുള്ള ഒരു ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ ഉയർത്തുവാൻ കഴിയത്തുള്ളൂ. നമ്മളെപ്പോഴും അത് കേൾക്കുവാനും പറയുന്നത് ഒരു കാര്യമാണ്: ദൈവം പറഞ്ഞിട്ടുണ്ട് എന്നെ ഉയർത്താമെന്ന്, ദൈവം പറഞ്ഞിട്ടുണ്ട് എന്നെ ഉയർത്താമെന്ന്. അതേ, സത്യമാണ്. ദൈവം പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്, അനാഥരെയും വിധവമാരെയും പരിപാലിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ആകയാൽ സങ്കടങ്ങളിൽ നിന്ന് നമുക്ക് സന്തോഷം നൽകുന്ന ദൈവമാണ്, പ്രതികൂലത്തിൽ നിന്ന് നമുക്ക് പ്രത്യാശ നൽകുന്നവനാണ് കർത്താവെങ്കിൽ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ ഉയർത്തും. യേശുവിൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല. മാനുഷിക വാക്കുകൾ മാറിപ്പോയാലും യേശു കർത്താവ് പറഞ്ഞ നമ്മുടെ ദൈവം നമ്മളോട് പറഞ്ഞ വാക്കുകൾക്ക് ഒരിക്കലും മാറ്റമില്ല. എന്നാൽ ദൈവം നമ്മളെ ഉയർത്തണമെങ്കിൽ നാം എന്താ ചെയ്യേണ്ടത്? നാം ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ നമുക്കൊരു താഴ്മയുണ്ടാകണം. സ്തോത്രം. ശാരീരികമായും മാനസികമായും നാം ദൈവസനിൽ താഴുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര വലിയ പൊസിഷനിൽ എത്തപ്പെട്ടാലും, എത്ര വലിയ ഉയർച്ചയിൽ നമ്മൾ എത്തപ്പെട്ടാലും, നമ്മൾ ദൈവത്തിൻ്റെ സനിൽ എപ്പോഴും താഴ്മയുള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ അവൻ്റെ പാദപീഠത്തിൽ ഇരിപ്പാനും, യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിപ്പാനും നമുക്കൊരു മനസ്സുണ്ടായെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ ഉയർത്തുകയുള്ളൂ. സ്തോത്രം. അല്ലാതെ ദൈവം എന്നെ ഉയർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ ഒരിക്കലും നമുക്ക് ഉയർച്ച ലഭിക്കത്തില്ല. കർത്താവ് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, അതേ ദൈവവചനത്തിൽ കൂടെ പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. സ്തോത്രം. അതേ, നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുക മാത്രമല്ല ചെയ്യേണ്ടത്. പറഞ്ഞുകൊണ്ട് നടന്നതുകൊണ്ട് നമ്മൾക്ക് ഉയർച്ച വരത്തില്ല. പിന്നെയോ ദൈവം പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കണം. സ്തോത്രം. ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്. വിശുദ്ധ വേദപുസ്തകം എന്താണോ നമ്മെ പഠിപ്പിക്കുന്നത്, ആ സത്യങ്ങളെ മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കുന്നുവെങ്കിൽ, എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ഇരിക്കുന്ന വ്യക്തിയുമായിക്കോട്ടെ, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകൽക്കാലം നിങ്ങളോട് പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ദൈവം നിങ്ങളെ ഉയർത്തും. അങ്ങനെ ഉയർച്ച ലഭിക്കണമെങ്കിൽ ആ യേശു കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിപ്പേ. 2-ാമതോടെ പത്രോസ് പറഞ്ഞ വാക്ക്: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയ നിങ്ങളുടെ സകല ചിന്ത ഒരുപോലെ മേലിട്ടുകൊള്ളുവേ. ആരാണ് ദൈവം? ഹു ഈസ് അവർ ഗാഡ്? ആ ദൈവം ആരാണ്? ഈ ദൈവത്തെക്കുറിച്ച് പറയുന്നു, ആ ദൈവം നിങ്ങളെ കരുതുന്ന ദൈവമാണ്. സ്തോത്രം. അമ്മ കരുതിയില്ലെങ്കിലും, അപ്പൻ കരുതിയില്ലെങ്കിലും, സഹോദരങ്ങൾ കരുതിയില്ലെങ്കിലും, നിങ്ങൾ കൂടുന്ന ആത്മീക മണ്ഡലങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ നിങ്ങളെ കരുതിയില്ലെങ്കിലും, യേശു കർത്താവ് നിങ്ങളെ കരുതുന്നു. ഒന്ന്, ദൈവം നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. 2, ദൈവം നമ്മെ കരുതുന്ന ദൈവമാണ്. 2-ാമത്തെ ഭാഗത്ത് ദൈവം നമ്മളെ കരുതുന്നു എന്ന് പറയുമ്പോൾ ആ കരുതൽ നമ്മൾ എങ്ങനെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്? അതിനോട് ചേർത്ത് പത്രോസ് പറഞ്ഞത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇടാനൊരു മനസ്സുണ്ടാകണം.
ദൈവം കരുതുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വ്യാകുലതകളെല്ലാം വഹിച്ചുകൊണ്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ പിശാച് അതിന് മുതലെടുക്കത്തേ ഉള്ളൂ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഏകാഗ്രത ഉണ്ടാകുന്നുണ്ടോ? ആരാധിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഏകാഗ്രത ഉണ്ടാകുന്നുണ്ടോ? പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിനകത്ത് വ്യാകുലതകൾ ഇങ്ങനെ അതേ തികട്ടി വരുന്ന ഒരു അനുഭവമാണ്. എന്നാൽ യേശു കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്കായി കരുതുന്ന വ്യക്തിയാ. സ്തോത്രം. ആകയാൽ ഭാരപ്പെടേണ്ട. ദൈവപൈതലേ, നിന്റെ വ്യാകുലതകളെല്ലാം യേശുവിന്റെ പാദപീഠത്തിൽ വെച്ചുകൊണ്ട്, അപ്പന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ പാതാര ബിന്ദങ്ങളിൽ അതേ സകലതും വെച്ചു കൊടുക്കുവാൻ നമുക്കൊരു മനസ്സുണ്ടാകട്ടെ. ദൈവ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ ഭാരം നീ യഹോവയുടെ മേൽ വഹിച്ചോളൂ. അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാണ്. ദൈവം നിന്നെ കരുതുന്ന ദൈവമാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുന്നു. ഈ പകൽ വേളയിൽ ദൈവം നിങ്ങളെ കരുതാൻ പോകുക. നിങ്ങൾ ഏത് വിഷയത്തിലാണോ തള്ളപ്പെട്ടു പോയത്, ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയത്, ഏത് കാര്യങ്ങളിലാണ് മറ്റുള്ളവർ നിങ്ങളെ മാറ്റി നിർത്തിയത്, അവിടെ നിന്നൊക്കെ ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുകയാണ്. യോസേഫിനെ സഹോദരന്മാർ തള്ളിക്കളഞ്ഞു, പക്ഷെ ദൈവം യോസേഫിനെ ഉയർത്തി. ദാവീദിനെ സഹോദരന്മാരും മാതാപിതാക്കന്മാർ അവനെ ഒന്നിനും കഴിവില്ല എന്ന് പറഞ്ഞ് അവനെ കാടുകളെ മേയിക്കുവാനായിട്ട് പറഞ്ഞു വിട്ടു. പക്ഷെ ദൈവം വിളിച്ചു വരുത്തി ദൈവം ഉയർച്ച കൊടുത്ത ദൈവമാണെങ്കിൽ ഇന്ന് പകൽ വേളയിൽ നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ, നിന്നെ തളർത്തിയിട്ടവരുടെ മുൻപിൽ, നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ മുൻപിൽ, നിന്നെ നിന്നെ മാറ്റി നിർത്തിയവരുടെ മുൻപിൽ എൻ്റെ ദൈവം ഇന്ന് പകൽക്കാലം നിന്നെ ഉയർത്താൻ പോകുക. വിശ്വസിക്കുക. അത് മാത്രമല്ല, ദൈവം നിനക്കായി സകലത് കരുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. കരുതുന്ന ഒരു ദൈവം, നമ്മെ നടത്തുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ പാതാരബിന്ദുകളിൽ നമ്മെ തന്നെ സമർപ്പിച്ചു ദൈവത്തോട് പറ, നെഞ്ചത്ത് കൈവച്ചോണ്ട് പറ, നാഥാ ഇന്ന് പകൽക്കാലം ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കണം. എൻ്റെ കുറവുകളെ ക്ഷമിക്കണം. എൻ്റെ പാപ വഴികൾ വിട്ട് യേശു കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ ഒരു കൃപ എനിക്ക് നൽകണമേ എന്ന് യേശു കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? യേശു മതിയായവനാണ്. അവൻ നിങ്ങളെ ഉയർത്തും. ആരും ഉയർത്തിയില്ലെങ്കിലും ദൈവം നിങ്ങളെ ഉയർത്തും. സ്തോത്രം. ആകയാൽ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നു കൊണ്ട്, ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചുകൊണ്ട്, വ്യാകുലതകളെ ദൈവം മുൻപാകെ ഇട്ടുകൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം ഇന്ന് പകൽക്കാലം കഴിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ അറിയിക്കുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. എൻ്റെ ഫോൺ നമ്പർ എൻ്റെ ഈ സ്ക്രീനിന്റെ താഴെ കാണിക്കുന്നുണ്ടല്ലോ. അത് നിങ്ങൾ അതിൽ കൂടെ നിങ്ങൾ വിളിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ ഉയർത്തും. ദൈവം നിങ്ങളെ കരുതും. God bless you all. Amen.